നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒന്നാംഘട്ട വോട്ടെടുപ്പ് പുരോഗമിക്കുന്നതിനിടെ ബീഹാറിൽ സംഘർഷം. ലഗിസാരിയിൽ ഉപമുഖ്യമന്ത്രി വിജയകുമാർ സിൻഹയുടെ വാഹനത്തിന് നേരെ കല്ലും ചെരിപ്പുമെറിഞ്ഞു. RJD പ്രവർത്തകരാണ് ആക്രമണത്തിന് പിന്നിലെന്ന് BJP ആരോപിച്ചു. ദൃശ്യങ്ങളിലേക്ക്. അതേസമയം ഉച്ചവരെ ഭേദപ്പെട്ട പോളിംഗാണ് രേഖപ്പെടുത്തിയത്. പോളിംഗ് 50% പിന്നിട്ടുവെന്നാണ് ഒടുവിൽ ലഭ്യമാകുന്ന വിവരം. ശ്രീനാഥ് ചന്ദ്രൻ വിശദാംശങ്ങളുമായി ഇപ്പോൾ ബീഹാറിൽ നിന്ന് തത്സമയം ചേരുന്നുണ്ട്. ശ്രീനാഥ്, ഈ ഒരു സംഘർഷം ഒഴിച്ചാൽ മറ്റെവിടെയെങ്കിലും ഇന്ന് സംഘർഷങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഏറ്റവും ഒടുവിൽ ഈ ഗ്രൗണ്ട് റിപ്പോർട്ട് എങ്ങനെയാണ്? ഈ പോളിംഗ് ഇപ്പോൾ എത്ര ശതമാനത്തിൽ എത്തിയിട്ടുണ്ട് ശ്രീനാഥ്? ഉന്മേഷ്, ഏതാണ്ട് ഉച്ചവരെ സമാധാനപരമായിരുന്നു പോളിംഗ് പോയത്. പക്ഷേ ഉച്ചയ്ക്ക് ശേഷമാകുമ്പോഴേക്കും ചിലയിടങ്ങളിൽ ഈ അക്രമ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും വലിയ സംഭവം നടന്നിരിക്കുന്നത് ലഖിസരായിയിലാണ്. അവിടെ BJPയുടെ ഉപമുഖ്യമന്ത്രി കൂടിയായ വിജയകുമാർ സിൻഹ, അദ്ദേഹം അവിടെ 3 തവണ മത്സരിച്ച് വിജയിച്ചിട്ടുള്ള ആളാണ്. അദ്ദേഹം ഇത്തവണയും അവിടെ നിന്ന് ജനവിധി തേടുന്നു. അവിടെ കുരിയാരി എന്നൊരു ഗ്രാമത്തിലേക്ക് അദ്ദേഹം പോകും വഴിയാണ് അവിടെ ഒരു കൂട്ടം ആളുകൾ അദ്ദേഹത്തിന്റെ വാഹനം തടയുകയും ചെരുപ്പെറിയുകയും കല്ലെറിയുകയും ഒക്കെ തന്നെ ചെയ്തത്. അദ്ദേഹം പറയുന്നത് ഇവിടെ 403, 404, 405 ബൂത്തുകളിൽ ഈ BJPയുടെ പോളിംഗ് ഏജന്റുമാർക്ക് അവിടേക്ക് ചെല്ലാനോ പരിശോധിക്കാനോ ഒന്നും തന്നെ കഴിയുന്നില്ല. അവിടെ നിന്ന് ആട്ടി ഓടിച്ചു എന്നതാണ്. അതേ തുടർന്നാണ് താൻ പരിശോധനയ്ക്കായി അങ്ങോട്ട് വന്നത് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. RJD പ്രവർത്തകർ തന്റെ വാഹനത്തെ വളയുകയും ആക്രമിക്കുകയായിരുന്നു എന്നതാണ് അദ്ദേഹം പറയുന്നത്. ഇപ്പോൾ ഈ വിഷയത്തിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. ജ്ഞാനേഷ് കുമാറിന്റെ പ്രതികരണം, മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ പ്രതികരണം ഇതുമായി ബന്ധപ്പെട്ടിപ്പോൾ വരികയാണ്. ഈ ക്രമസമാധാന നില തകരുന്ന അവസ്ഥ അനുവദിച്ചു കൊടുക്കാനാവില്ല. ഇതിൽ DGPയോട് പ്രത്യേക കർശന നടപടി സ്വീകരിക്കാൻ വേണ്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഇപ്പോൾ അറിയിക്കുന്നു. ഏതായാലും ഭേദപ്പെട്ട ഒരു പോളിംഗ് ഇപ്പോഴുണ്ട്. 50% മുകളിലേക്ക് പോളിംഗ് എത്തുകയും ചെയ്തിട്ടുണ്ട്. രാവിലെ RJD അവരുടെ ശക്തി കേന്ദ്രങ്ങളിൽ ബൂത്തുകളിൽ വൈദ്യുതി ബന്ധം തടസ്സപ്പെടുന്നുണ്ട്. ബോധപൂർവമായ ഒരു ശ്രമം വോട്ടിംഗ് വൈകിപ്പിക്കാൻ അവിടെ നടക്കുന്നു എന്നൊരു ആരോപണം ഉന്നയിച്ചിരുന്നു. എന്നാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പിന്നാലെ അങ്ങനെയൊന്നില്ല, അതൊരു വ്യാജ പ്രചാരണം മാത്രമാണ് എന്ന രീതിയിലൊരു പ്രതികരണം നടത്തുകയും ചെയ്തിട്ടുണ്ട്. പ്രമുഖരായവരൊക്കെ തന്നെ ഇന്ന് രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട്. അതേസമയം ചില വിദേശ രാജ്യങ്ങളിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ആളുകൾ, ആ രാജ്യങ്ങളിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട ആളുകൾ ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് അറിയാനും അടുത്തറിയാൻ വേണ്ടി ബീഹാറിലേക്ക് എത്തിയിട്ടുണ്ട്. ചില ബൂത്തുകളിൽ ഇന്ന് അവരുടെ സന്ദർശനവും ഉണ്ടായിരുന്നു. ഉന്മേഷം, ശ്രീനാഥ് ചന്ദ്രനാണ് ഇപ്പോൾ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. അവിടെ ഇതുവരെ ഉള്ള വിവരമനുസരിച്ച് 50% എത്തിയിരിക്കുന്നു ബീഹാറിൽ. ആദ്യഘട്ടത്തിൽ പോളിംഗ് ശതമാനമെന്നാണ് ശ്രീനാഥ് ചന്ദ്രൻ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് പട്നയിൽ നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.